നമസ്കാരം. രാജ്യം കാത്തുകാത്തിരുന്ന ആ മുഹൂർത്തം സമാഗതമാവുകയാണ്. ചാന്ദ്രയാൻ 3 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ്, എല്ലാ പരിശോധനകളും കഴിഞ്ഞ്, എല്ലാ റിഹേഴ്സലുകളും കഴിഞ്ഞ് കുതിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ. അവസാനവട്ട പരിശോധനകൾ നടക്കുകയാണ്. 24 മണിക്കൂർ മുമ്പ് ആരംഭിച്ച കൗണ്ട് ഡൗൺ തുടരുകയാണ്. കൃത്യം 2:35 ലിഫ്റ്റ് ഓഫ് ചെയ്യുക. അതിലേക്ക് ഇനി ഏകദേശം കഷ്ടിച്ച് 30 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ നിമിഷങ്ങളിലേക്കെത്താൻ ISRO ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെയും ടെക്നീഷ്യന്മാരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഇപ്പോൾ നാം ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഭാരതം ബഹിരാകാശ പര്യവേഷണം തുടങ്ങുന്നത് 1960കളിലാണ്. 60കളിൽ വിക്രം സാരാഭായ് എന്ന ധിഷണാശാലിയായ ദീർഘദർശിയായ ആ ഒരു മഹാശാസ്ത്രജ്ഞൻ്റെ മേൽനോട്ടത്തിൽ വളരെ എളിയ നിലയിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അമേരിക്കയിൽ നിന്ന് ലഭിച്ച ഒരു വളരെ ചെറിയ ഒരു സൗണ്ടിംഗ് റോക്കറ്റ്, അപ്പാഷെ റോക്കറ്റ്, തിരുവനന്തപുരത്തെ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ മഹായാത്രയുടെ തുടക്കം. ഒരു സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന ആ റോക്കറ്റിൻ്റെ ചിത്രം ഏത് തലമുറയിലും വളരെ ഒരുപാട് പ്രചോദനം നൽകുന്നതാണത്. അങ്ങനെ അത്രമാത്രം എളിയ നിലയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ ചന്ദ്രനിൽ വരെ എത്തി നിൽക്കുകയാണ്. 100 seconds is separated from the ongoing rocket. This event takes place at 306 seconds into the flight. At this point, കണ്ണുനീരിൻ്റെയും വീഴ്ചകളുടെയും ഒക്കെ കഥകൾ ISROയ്ക്ക് പറയാനുണ്ട്. 60കളിൽ per second, ISRO ഭാരതം ഈ ബഹിരാകാശ മേഖലയിലേക്ക് കാലെടുത്തു കുത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 20 വർഷം പോലും ആയിട്ടില്ല. ഭാരതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അന്നും ഉണ്ടായിരുന്നു. ജനസംഖ്യയുടെ പ്രശ്നമുണ്ടായിരുന്നു, ജനകോടികൾ പട്ടിണി കിടക്കുന്നു. and the most awaited moment of the Chandrayaan 3 separation is scheduled to take place at 969.7 seconds into the flight. The altitude will be അന്ന് ബഹിരാകാശ രംഗത്ത് കടന്ന് കളിച്ചിരുന്നത് പ്രധാനമായും 2 വൻശക്തികളാണ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ആ വൻശക്തികൾ അവരുടെ ശീതസമരത്തിൻ്റെ ഭാഗമായി बिलियन इस मिशन का काउंटडाउन 25.5 घंटे पूर्व शुरू हो चुका है और इस दौरान रॉकेट तथा അന്ന് ആ കാലത്ത് തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്. ഇത് നമുക്ക് ചേർന്നതാണോ? ഈ ഭാരതം പോലെ ഒരു വികസന രാജ്യത്തിന് ഇതുപോലെ വൻശക്തികൾ सुनिश्चित किया जा चुका है. കളിക്കുന്ന ഈ മേഖലയിൽ എന്ത് കാര്യം നാം അതിനാണോ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യങ്ങൾ അന്നുമുണ്ടായിരുന്നു, അത് ഇന്നുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആ ചോദ്യങ്ങളെയും ആ എതിർപ്പുകളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഭാരതം വലിയ നേട്ടങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. 1981 SLV-3 എന്ന ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് ആ റോക്കറ്റിൽ 35 കിലോഗ്രാം മാത്രം ഭാരമുള്ള രോഹിണി ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ടാണ് നാം നമ്മുടെ വിക്ഷേപണത്തിലെ റോക്കറ്റ് വിക്ഷേപണങ്ങളിലെ വിജയയാത്രകൾ ആരംഭിക്കുന്നത്. അത് വളരെ ചെറിയ ഒരു റോക്കറ്റായിരുന്നു. കഷ്ടിച്ച് 35 കിലോഗ്രാം മാത്രം പേലോഡുള്ള ഒരു ചെറിയ റോക്കറ്റ്. ആ റോക്കറ്റ് അതിനുശേഷം അതിൽ നിന്ന് ASLV,
പിന്നീട് PSLV, അങ്ങനെ Watching the visuals from second vehicle assembly building, നാം സ്വന്തമായി ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഉപഗ്രഹങ്ങൾ എല്ലാം അതിൽ ചിലത് പരാജയപ്പെട്ടു, പക്ഷേ ബഹുഭൂരിപക്ഷവും വിജയിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടതകളിൽ കൂടെ ബഹിരാകാശ രംഗത്ത് നാം സ്വയം പര്യാപ്തത നേടിയെടുക്കുകയായിരുന്നു. 2008 ചാന്ദ്രപര്യവേഷണത്തിലുള്ള ആദ്യ പേടകം നാം വിക്ഷേപിക്കുന്നത്, ചാന്ദ്രയാൻ 1. അത് PSLVയുടെ, ഭാരതത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റുകളിലൊന്നായ PSLVയിലാണ് അത് വിക്ഷേപിച്ചത്. അന്ന് 2008 നവംബറിൽ അത് ആ പേടകം ചന്ദ്രമണ്ഡലത്തിലെത്തി, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി, ചന്ദ്രനെ വലം വെച്ചു. അതിൽ നിന്നും മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഒരു ചെറിയ പേടകം ചന്ദ്രനിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിക്കുന്നതിൽ നാം ഒന്ന് വിജയിച്ചു. അന്ന് തന്നെ വീണ്ടും നാം ഇതിലേക്ക് ഒരു ചന്ദ്രനിൽ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ സോഫ്റ്റ് ലാൻഡിങ്ങിന് ആവശ്യമായ വലിയ റോക്കറ്റ് അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. GSLV അന്ന് പൂർണ്ണ വിജയമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാലം അത് മുടങ്ങി. അതിനിടയിൽ നാം മംഗൾയാൻ വിക്ഷേപിച്ചു. മംഗൾയാനും PSLV ഉപയോഗിച്ച് തന്നെയാണ് വിക്ഷേപിച്ചത്. പക്ഷേ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ വീണ്ടും നാം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 2019 ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ആ ചന്ദ്രയാൻ 2ൻ്റെ അവസാന ഘട്ടത്തിൽ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പുണ്ടായ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നത്തിൽ കുടുങ്ങി ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ, വിക്രം ലാൻഡർ, ചന്ദ്രനിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ വലം വയ്ക്കുന്നുണ്ട്. ആ ഓർബിറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോൾ ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ചാന്ദ്രയാൻ 2ലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട്, അന്ന് ആ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിച്ച് കൂടുതൽ കരുത്തുറ്റ ഒരു പേടകമാണ് ചാന്ദ്രയാൻ 3. അത് ഇപ്പോൾ ഇനിയും ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വിക്ഷേപിക്കുകയാണ്. ഈ ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആ ചാന്ദ്രയാൻ 3ൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ്. ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ്. കാര്യം ഇത് വിക്ഷേപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ പേടകത്തിലുള്ള പരിശോധനകൾ, അതിനെ റോക്കറ്റിലോട്ട് ഘടിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോക്കറ്റിൻ്റെ തുഞ്ചത്ത് അത് ഘടിപ്പിക്കുകയാണ്. അതിനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണ നിറമുള്ള ഫോയിലുകൾ ശ്രദ്ധിച്ചില്ലേ? ശരിക്ക് അത് താപം പ്രതിരോധിക്കാനുള്ള ഫോയിലുകളാണവ. പേടകത്തിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്നുള്ള കാര്യം, ബഹിരാകാശത്ത് കടുത്ത തണുപ്പാണ്. ആ തണുപ്പ് പേടകത്തിനെ അധികം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ആ റോക്കറ്റിൻ്റെ തുഞ്ചത്ത് അത് ഘടിപ്പിക്കുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ചാന്ദ്രയാൻ 3 ഘടിപ്പിച്ച ആ റോക്കറ്റിൻ്റെ അഗ്രഭാഗം, ആ പേലോഡ് ഘടിപ്പിച്ച ഭാഗം ഇതിനെയും റോക്കറ്റ് അസംബ്ലി ബിൽഡിങ്ങിലേക്ക് മാറ്റി. ആ റോക്കറ്റ് അസംബ്ലി ബിൽഡിങ്ങിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന GSLV Mark 3 അഥവാ LVM-3 എന്ന റോക്കറ്റിൻ്റെ മുകളിൽ അത് ഘടിപ്പിച്ച്, അതിൻ്റെ മൂന്നാം ഘട്ടത്തിലുള്ള ക്രയോജനിക് ഭാഗത്തിൻ്റെ മുകളിൽ ഘടിപ്പിച്ചതിന് ശേഷം ആ റോക്കറ്റ്, ആ പേലോഡ് ഘടിപ്പിച്ച റോക്കറ്റ് സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ 2ാം വിക്ഷേപണ തറയിലേക്ക് മെല്ലെ മെല്ലെ നീക്കിക്കൊണ്ടുവരുന്ന, ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, നീക്കിക്കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളാണിത്. ഈ GSLV Mark 3 അഥവാ LVM-3 എന്ന ഈ റോക്കറ്റ് 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ്. 3 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. 2 സൈഡിലുള്ള 2 ചെറിയ കുഞ്ഞൻ റോക്കറ്റുകൾ കണ്ടില്ലേ? ആ 2 റോക്കറ്റ്, അതാണ് ഇതിൻ്റെ 1ാം ഘട്ടം. ഖര ഇന്ധനം നിറച്ച 1ാം ഘട്ടമാണത്. ഏറ്റവും വളരെ കരുത്തുറ്റ വികാസ് എഞ്ചിൻ, 2 വികാസ് എഞ്ചിൻ ഘടിപ്പിച്ച 2ാം ഘട്ടം. CE
25 എന്ന ക്രയോജനിക് എഞ്ചിൻ ഘടിപ്പിച്ച മൂന്നാം ഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങൾ എരിഞ്ഞു തീരുമ്പോഴേക്ക് ഈ പേടകം ഒരു ദീർഘവൃദ്ധ ഭ്രമണപഥത്തിലെത്തും. ഇതൊന്നെടുക്കുക രജനി. ഒരു ദീർഘവൃദ്ധ ആ റോക്കറ്റിൻ്റെ ദൗത്യം അവസാനിക്കും. ആ ദീർഘവൃദ്ധ ഭ്രമണപഥത്തിലെത്തുന്നതിനോടൊപ്പം ചന്ദ്രനിലേക്ക് പോകാനുള്ള ആ ഒരു ആവേഗം കൂടി ആ റോക്കറ്റിന് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ലോഞ്ച് സീക്വൻസ് അങ്ങനെയാണ്. അത് ഇനിയിപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ആരംഭിക്കും. എഴുതി തന്നാൽ മതി. അത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ആരംഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റോക്കറ്റ് ലോഞ്ച് പാഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഖര ഇന്ധന ഘട്ടം, ആ ഖര ഇന്ധനങ്ങൾ പൂർണ്ണമായും നിറച്ചുകൊണ്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ലോഞ്ച് പാഡിൽ എത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തെ രണ്ടാം ഘട്ടത്തിലെ ദ്രാവക ഇന്ധനം നിറയ്ക്കുന്നത്. ഏറ്റവും അവസാനമാണ് ക്രയോജനിക് സ്റ്റേജിലെ ക്രയോജനിക് ഇന്ധനങ്ങൾ. ക്രയോജനിക് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ്. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ്. അത് വളരെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്ന, അതായത് ഏകദേശം -0 താഴെ 250 ഡിഗ്രിയോളം താഴ്ന്ന നിലയിലാണ് ഹൈഡ്രജൻ എന്ന വാതകം ദ്രാവകാവസ്ഥയിൽ എത്തുകയുള്ളൂ. ആ ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനം ഏറ്റവും അവസാനമേ നിറയ്ക്കുകയുള്ളൂ. അത് ഈ ക്രയോജനിക് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമായ ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി നാം നേടിയതുകൊണ്ടാണ്, വിജയകരമായി നടപ്പാക്കിയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ചന്ദ്രയാനൊക്കെ വിക്ഷേപിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് ISROയുടെ മുൻ ഡയറക്ടർമാരായ ചെയർമാൻമാരായ ശ്രീ പി രാധാകൃഷ്ണനെയും ഡോക്ടർ ശിവനെയും ഒക്കെയാണ്. ഇപ്പോഴത്തെ ചെയർമാനായ ശ്രീ സോമനാഥിനെ ആ മിഷൻ കൺട്രോളിൽ ഇപ്പോൾ കാണാം. അവർ അവിടെ റോക്കറ്റിൽ അവസാനഘട്ട പരിശോധനകൾ, സ്വയം പരിശോധനകൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റോക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ, എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുമാതിരി വീണ്ടും വീണ്ടും പരിശോധിച്ചുറപ്പ് വരുത്തി അങ്ങനെ ആയാൽ മാത്രമേ അവസാന ലോഞ്ചിന്, അവസാന നിമിഷങ്ങളിലെ ആ ലോഞ്ചിന് കമ്പ്യൂട്ടർ അനുമതി നൽകുകയുള്ളൂ. അങ്ങനെ അവസാന നിമിഷം ലോഞ്ച് മാറ്റിവെച്ച അനുഭവങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. GSLVയുടെ ആദ്യ ലോഞ്ച്, ശരിക്കും ലോഞ്ച് ലിഫ്റ്റ് ഓഫിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് കമ്പ്യൂട്ടർ ലോഞ്ച് നിർത്തിവെച്ചത്. കാര്യം അതിൻ്റെ ബൂസ്റ്റർ റോക്കറ്റുകളിൽ ഒന്നിൽ ഉണ്ടാകേണ്ട പ്രഷറിന് ഒരിത്തിരി കുറവ് വന്നു എന്ന് സംശയം തോന്നിയപ്പോൾ അത് നിർത്തിവെക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിന് കഷ്ടിച്ച് 1 മണിക്കൂർ മുൻപ് ഒരു ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കമ്പ്യൂട്ടർ തന്നെ ആ ലോഞ്ച് നിർത്തുകയായിരുന്നു. പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ ലീക്ക് മാറ്റിയതിന് ശേഷമാണ് വീണ്ടും അത് വിക്ഷേപിച്ചത്. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാര്യം അത്രമാത്രം സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ റോക്കറ്റ് ലോഞ്ച് എന്ന് പറയുന്നത്. കാര്യം ആയിരക്കണക്കിന് കമ്പോണൻറ്റുകൾ അതൊരുമിച്ച് ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ച് അങ്ങനെയാണ് ഈ റോക്കറ്റ് ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നതും അത് ക്രമമായി അതിൻ്റെ വേഗത കൂട്ടി അതിൻ്റെ ദിശ ചരിച്ച് അത് കൃത്യമായ ഓർബിറ്റിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നതുമൊക്കെ വളരെ നമ്മുടെയൊക്കെ തല പെരുത്തു പോകുന്ന തരത്തിലുള്ള സങ്കീർണതയാണ് അതിലുള്ളത്. എന്തായാലും ISROയിലെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ കാര്യത്തിലൊക്കെ വൈദഗ്ധ്യം നേടിയവരാണ്. ഒരുപാട് വിജയങ്ങളിൽ കൂടെയും പരാജയങ്ങളിൽ കൂടെയും പാഠങ്ങൾ പഠിച്ച വളരെ കരുത്തുറ്റ ഒരു പ്രൊഫഷണൽ ടീമാണ് ISROയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% അവരെ വിശ്വസിക്കാം. കാര്യം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി
ഈ ചരിത്ര ദൗത്യത്തിൻ്റെ പിന്നിൽ അവർ ജാഗരൂകരായി കഠിനാധ്വാനം നടത്തുകയായിരുന്നു. ഇനി ഏതാണ്ട് 10-15 മിനിറ്റ് കൂടിയുണ്ട്. റോക്കറ്റിൽ അവസാനവട്ട പരീക്ഷണം നടത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ LVM-3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ്. ഏറ്റവും റിലയബിളായിട്ടുള്ള റോക്കറ്റ് കൂടിയാണിത്. 2017 ആദ്യമായി ഈ LVM-3 വിക്ഷേപിക്കുന്നത്. അന്ന് GSLV Mark III എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അത് പിന്നീട് 6 വിക്ഷേപണങ്ങൾ നടന്നു. എല്ലാ വിക്ഷേപണങ്ങളും വൻ വിജയം തന്നെയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇത് ചന്ദ്രനിലേക്കാണ് പോകുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രക്രിയയാണ്. കൃത്യമായി നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു നാണയത്തെ വെടിവെച്ച് വീഴ്ത്തുന്നത് പോലെയുള്ള കൃത്യത ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ആവശ്യമാണ്. കൃത്യമായി ഇപ്പോൾ ഈ പേടകം അനേക പ്രാവശ്യം ഭൂമിയെ ഒരു ദീർഘവൃദ്ധ ഭ്രമണപഥത്തിൽ പല ഉയരങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത് അതിൻ്റെ അപ്പോജി അഥവാ ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അകലം കൂട്ടി അത് ചന്ദ്രന് തുല്യമാക്കി, അങ്ങനെ ഇത് ചന്ദ്രൻ്റെ സമീപത്തെത്തുമ്പോഴേക്ക് ആ ദൂരത്തിലെത്തുമ്പോഴേക്ക് കൃത്യമായ ആ ദൂരത്തിൽ ചന്ദ്രനും എത്തുമ്പോൾ ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലേക്ക് ഈ പേടകത്തിനെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഈ പേടകം ചന്ദ്രൻ്റെ ഒരു ഉപഗ്രഹമായി ചന്ദ്രനെ ചുറ്റാൻ തുടങ്ങും. ഏതാനും പ്രാവശ്യം അങ്ങനെ ചുറ്റിയതിന് ശേഷമാണ് അത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് 2008 മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രയാൻ 1 ഒരു ചന്ദ്രനിൽ ക്രാഷ് ലാൻഡ് ചെയ്ത ഒരു പ്രോബിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ കണ്ടത്. അനിമേഷൻ വീഡിയോയാണ് കണ്ടത്. അതുകൊണ്ട് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. അത് 2008 നടന്നതാണിത്. അതിനുശേഷമാണ് 2019 രണ്ടാം ചന്ദ്രയാൻ ദൗത്യം നടന്നത്. ഈ രണ്ടാം ചന്ദ്രയാൻ ദൗത്യത്തിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം, രണ്ടാം ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു ഓർബിറ്ററും ഒരു ലാൻഡറും കൂടി ചേർന്നതായിരുന്നു ആ പേടകം. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതിന് ശേഷം ഓർബിറ്റർ ഇത് രണ്ടായി വേർപെട്ടു. ആ വേർപെടുന്ന ചിത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഓർബിറ്റർ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ആ അപകടമുണ്ടായത്. പക്ഷേ അത് ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായിട്ട് ലാൻഡർ അവിടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ പ്രഗ്യാൻ റോവർ എന്ന് പറയുന്ന ഒരു റോവറുണ്ട്. ആ റോവർ ചന്ദ്രപ്രതലത്തിൽ ഉരുണ്ടിറങ്ങി ഒരു ചാന്ദ്ര ദിവസം, അതായത് ചന്ദ്രൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് ഭൂമിയുടെ 14 ദിവസത്തിന് തുല്യമാണ്. ചന്ദ്രനിലെ ഒരു ദിവസം, ഒരു പകൽ എന്ന് പറയുന്നത് 14 ദിവസവും ഒരു രാത്രി എന്ന് പറയുന്നതും 14 ദിവസമാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയിലെ 28 ഭൗമ ദിവസങ്ങൾ ചേരുന്നതാണ് ചന്ദ്രൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ചന്ദ്രൻ്റെ ഒരു പകൽ 14 ഭൗമ ദിവസം ആ റോവർ അവിടെ പര്യവേഷണം നടത്തും, അവിടെ പരീക്ഷണങ്ങൾ നടത്തും, ആ വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. ആ 14 ദിവസമാണ് ആ റോവറിന് കൽപ്പിച്ചിരിക്കുന്ന ആയുസ്സ്. ഇതാണ് ചെയ്യുന്നത്. അത് അന്ന് അയച്ച ആ ലാൻഡിംഗ് പരീക്ഷണം പരാജയപ്പെട്ടു. പക്ഷേ അന്ന് അയച്ച ഓർബിറ്റർ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായ എല്ലാ ഇതോടും കൂടി ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ ഒരു ഓർബിറ്ററിൻ്റെ ആവശ്യമില്ല. അതിന് പകരം ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് ഇത്തവണ അയക്കുന്നത്. അതായത് ഇത് ചന്ദ്രനിലെ എത്തിക്കുക എന്നുള്ളതാണ്. ചന്ദ്രൻ്റെ ഓർബിറ്റിൽ ഈ പേടകത്തിനെ എത്തിക്കുക എന്നുള്ള ജോലിയാണ് ശരിക്കും ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനുള്ളത്. അതിനുശേഷം അത് ചന്ദ്രനിൽ അത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ അത് വലം വയ്ക്കുന്നതിനോടൊപ്പം ചില ഡേറ്റകൾ ശേഖരിക്കാനുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ചില ഡേറ്റകൾ സ്വീകരിച്ച് ഒരു സിമുലേഷൻ ഡേറ്റകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതവിടെ ചെയ്യും. അതിൻ്റെ പ്രധാന ജോലി ഈ ലാൻഡറിനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ലാൻഡർ അവിടെ ഇറങ്ങുക. ഈ ലാൻഡറിൽ അന്ന് അയച്ച പേടകത്തിൽ
റോവർ ഓർബിറ്ററിൻ്റെ ഭാരം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. അതുകൊണ്ട് തന്നെ ആ കുറേ അധികം സൗകര്യങ്ങൾ ഈ ലാൻഡറിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പുതിയ കുറച്ച് ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് രംഭ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇതിലുണ്ട്. അത് ചന്ദ്രനിലെ അയോണിക് പ്രോപ്പർട്ടികൾ പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ സൗര കാറ്റുകൾ, സൗരവാതങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണത്. അതുകൂടാതെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ അവിടുത്തെ നമ്മുടെ ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ആ കമ്പനങ്ങൾ പഠിക്കാനുള്ള സീസ്മിക് മോണിറ്റർ ഡിറ്റക്ടർ അതും ഇപ്പോൾ അയക്കാൻ പോകുന്ന ലാൻഡറിലുണ്ട്. അങ്ങനെ 7ഓളം പരീക്ഷണ ഉപകരണങ്ങൾ, ലേസർ മാപ്പിംഗ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ 7ഓളം നാസയുടെ അടക്കമുള്ള 7 പരീക്ഷണ ഉപകരണങ്ങൾ ഈ പേലോഡിൽ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഏകദേശം ഇതിൻ്റെ കോൺഫിഗറേഷൻ. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുകയാണെങ്കിൽ ഏകദേശം ഓഗസ്റ്റ് 23-24 കൂടിയാണ് ചന്ദ്രൻ ഇത് അവിടെ ലാൻഡ് ചെയ്യുക. അവിടുത്തെ ഏതാണ്ട് ചന്ദ്രനിലെ വെളുപ്പാൻ കാലത്താണ് അതവിടെ ഇറങ്ങുക. കാരണം പകലാണ് കിട്ടേണ്ടത്. കാര്യം പകൽ കിട്ടിയാൽ മാത്രമേ, കാര്യം ഈ റോവറിനും ലാൻഡറിനും ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. അങ്ങനെ ഒരു ചന്ദ്രനിലെ ഒരു പകലിലാണല്ലോ അവിടെ പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലാണ് ഇത് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇതുവരെ ഒരു രാജ്യവും ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലേക്ക് പോയിട്ടില്ല. അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പൊതുവെ നമുക്കിവിടുന്ന് ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള ചന്ദ്രൻ്റെ ഉത്തരധ്രുവത്തിലാണ്. പക്ഷേ ഇത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം കൂടുതൽ പഠനവിധേയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, അതുകൊണ്ട് തന്നെ ഈ മിഷൻ കുറച്ചുകൂടി, ഈ ടാസ്ക് കുറച്ചുകൂടി കടുത്തതുമാണ്. കാര്യം ഇതുവരെ ആരും പോയിട്ടില്ലാത്ത, അജ്ഞാതമായ, നമുക്ക് കൂടുതലൊന്നും അറിവില്ലാത്ത ആ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലാണ് ഈ പേടകം ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ ചന്ദ്രനിലെ ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത്. ആലോചിച്ച് നോക്കണം, അമേരിക്കയും റഷ്യയും ഒക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 60കളിലും 70കളിലുമൊക്കെ മനുഷ്യരെ വരെ അയച്ച് വൻ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു മേഖലയാണ് ചന്ദ്രൻ. ആ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്താൻ നമ്മുടെ ചന്ദ്രയാൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന, ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിലേറ്റവും അധികം ജലസാന്നിധ്യം ചന്ദ്രനിലുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം. അവിടെയാണ് ഈ നമ്മുടെ ചന്ദ്രയാൻ 3ൻ്റെ വിക്രം ലാൻഡർ ഇറങ്ങാൻ പോകുന്നത്. അതിന് ഏകദേശം 40 ദിവസത്തോളം സമയമെടുക്കും. ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ഏതാണ്ട് 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഈ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ കൗണ്ട് ഡൗണിൻ്റെ അവസാന ഘട്ടമായ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0 ലിഫ്റ്റ് ഓഫ് എന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം അത് പേടകം പതുക്കെ ഉയരുന്നതും റോക്കറ്റ് പതുക്കെ ഉയരുന്നതും അത് നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നതും, പിന്നീട് മിഷൻ കൺട്രോളിലെ സ്ക്രീനിൽ ഒരു പൊട്ടുപോലെ ആ റോക്കറ്റ് ഇങ്ങനെ ഒരു പോയിൻ്റായി നീങ്ങി അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ വേർപെടുന്നതിൻ്റെ അനിമേഷനും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അത് ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ആ ഗ്യാലറിയിലൊക്കെ വന്നിരിക്കുന്ന 100 കണക്കിന് ജനങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്ത് ISROയുടെ സൈറ്റിൽ ടിക്കറ്റ് എടുത്ത് ലോഞ്ച് കാണാനുള്ള സൗകര്യമുണ്ട്. ഈ ടിക്കറ്റുകളൊക്കെ ഏകദേശം 1 മാസം മുമ്പ് തന്നെ തീർന്നിരുന്നു എന്നാണ് അറിയുന്നത്. അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ
ഈ ലോഞ്ചിനെ കാണുന്നത്, ഓരോ ലോഞ്ചിനെയും കാണുന്നത്. ഇനിയും 5 മിനിറ്റ് കൂടിയാണ് ഉള്ളത്. ഇനിയും ഇതിങ്ങനെ കുറഞ്ഞു വരും. ചന്ദ്രയാൻ LVM-3 ആ ശ്രീഹരിക്കോട്ട എന്ന ഹരിതാഭമായ ആ പച്ച പുതച്ച് കിടക്കുന്ന, മരതകപ്പച്ച പുതച്ച് കിടക്കുന്ന ആ ശ്രീഹരിക്കോട്ട ദ്വീപിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് LVM-3 കുതിച്ചുയരാൻ ഇനിയും ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അവസാന നിമിഷങ്ങളിലൂടെയാണ്, അവസാന നിമിഷ പരിശോധനകളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. LVM-3 കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഏതാണ്ട് 6 മാസത്തോളമായി ഈ പേടകത്തിൻ്റെ ഈ വിക്ഷേപണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ തയ്യാറെടുപ്പ് എല്ലാം ഒന്നും വിഫലമാകാതെ നാം ഒരു വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്നാണ് ഇന്ന് തന്നെ നമുക്ക് കരുതണം. കാരണം ശാസ്ത്രജ്ഞരെല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ പല വിവാദങ്ങളും ഉണ്ടായി. ആ വിവാദങ്ങൾ അതായത് ഇവർ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തിയെന്നോ അവർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നെന്നോ ഉള്ള പലവിധ അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. എന്തായാലും ഈ ISROയിലെ മഹാശാസ്ത്രജ്ഞരുടെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടിയുള്ള ആ നിമിഷങ്ങളിലൂടെ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 മിനിറ്റേ ബാക്കിയുള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ. ആ 2 മിനിറ്റിൽ നമുക്ക് ഈ LVM-3 റോക്കറ്റിയുടെ ചിറകിലേറി കരുത്തനായ ആ LVM-3യുടെ ചുമലിലേറി ചന്ദ്രയാൻ 3 കുതിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രം കാത്തിരുന്നാൽ മതി. നാം ഇപ്പോൾ ആ മിഷൻ കൺട്രോളാണ് ഈ കാണുന്നത്. ആ മിഷൻ കൺട്രോളിലെ സ്ക്രീനിലേക്ക് എല്ലാവരും ഉറ്റുനോക്കി. ഇനിയെല്ലാം കമ്പ്യൂട്ടറിൻ്റെ കൈകളിലാണ്. കാര്യം ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞു. 180 ഇനി 1 മിനിറ്റ് 57 സെക്കൻഡ് 56 55 അങ്ങനെ ആ അവസാന സെക്കൻഡുകളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ 1 മിനിറ്റിന് താഴെ ഒരു 10 സെക്കൻഡിലെത്തുമ്പോൾ കൃത്യമായ അവസാന 10 മുതലുള്ള കൗണ്ട് ഡൗൺ ഇവിടെ ആരംഭിക്കും. ആ കൗണ്ട് ഡൗൺ മുതൽ 1.5 മിനിറ്റേ ഉള്ളൂ. 1.5 മിനിറ്റ് മാത്രമേ ഇനിയും ലോഞ്ചിന് ബാക്കിയുള്ളൂ. ആ ലോഞ്ച് നാം ഇപ്പോൾ കാണുകയാണ്. ആ ഗ്യാലറിയിലും മിഷൻ കൺട്രോളിലെ പോലെ തന്നെ 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനകൾ നെഞ്ചേറ്റിക്കൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെയും പിരിമുറുക്കവും ടെൻഷനും നമുക്കിവിടെ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ദേശീയ പതാകയൊക്കെ ഉയർത്തിപ്പിടിച്ച് ആ മനോഹരമായ ആ മെജസ്റ്റിക് ലോഞ്ച് കാണാൻ കാത്തിരിക്കുകയാണ്. 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ. 55 സെക്കൻഡ് കൂടിയുണ്ട്. 53. ഇനിയും ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അടുത്ത 40 സെക്കൻഡിൽ -30 സെക്കൻഡാണ് ഇനിയുള്ളത്. ഇനി 30 സെക്കൻഡ് കൂടിയാണുള്ളത്. ഇനിയും ബാഹുബലിയുടെ നിൽപ്പ് കണ്ടോ? കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 6 5 4
3, 2, 1 ലിഫ്റ്റ് ഓഫ്. ഇതാ നമ്മുടെ ബാഹുബലി ചന്ദ്രയാൻ 3-നെയും വഹിച്ചുകൊണ്ട് തെളിഞ്ഞ നീലാകാശത്തേക്ക് പറന്നുയർന്നിരിക്കുകയാണ്. മെജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് എന്ന് പറയാവുന്നതാ. എത്ര മനോഹരമാണ് ആ കാഴ്ച എന്ന് നോക്കൂ. ആ തീ ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു പടുകൂറ്റൻ ധൂമകേതുവിനെ പോലെ ആ മേഘമാലകളെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ LVM-3 ചന്ദ്രയാൻ ആകാശത്തേക്ക് കുതിച്ചു കഴിഞ്ഞു. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അത് നമ്മുടെ കണ്ണിൽ നിന്ന് മറയും. ആ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കണ്ണു ചിമ്മാതെ നമുക്കത് ആസ്വദിച്ചു കൊണ്ടേയിരിക്കാം. ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമേ അത് നമ്മുടെ കണ്ണിലുണ്ടാവുകയുള്ളൂ. ഒരു പൊട്ടുപോലെ അത് മറയുകയാണ്, കൺമുമ്പിൽ നിന്ന് മറയുകയാണ്. അതെ, ഇത് ചരിത്രത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. ഈ LVM-3 കുതിക്കുന്നത് ചരിത്രത്തിലേക്ക് തന്നെയാണ്. അത് ഒന്നാം ഘട്ടത്തിലെ 2 ഖര എഞ്ചിൻ റോക്കറ്റുകളാണ് ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 180 സെക്കൻഡോളമാണ് ഈ റോക്കറ്റുകൾ ഒന്നാം ഘട്ടം ജ്വലിക്കുന്നത്. ആ ഒന്നാം ഘട്ടം ജ്വലിച്ച് അത് വേർപെട്ടതിന് ശേഷം വികാസ് എഞ്ചിൻ അടങ്ങിയ രണ്ടാം ഘട്ടം റോക്കറ്റ് ജ്വലിച്ചു കഴിഞ്ഞു. അത് ഉയരുകയാണ്. ആ മനോഹരമായ കാഴ്ച നോക്കൂ, എത്ര മനോഹരമാണ്. മെജസ്റ്റിക് ലോഞ്ച്. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നാം ഇത്രയും കാലം കാത്തിരുന്നത് സുഹൃത്തുക്കളെ. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് ആ ബാഹുബലി റോക്കറ്റ് കുതിക്കുകയാണ്. ആ റോക്കറ്റ് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ റോക്കറ്റ് പൂർണ്ണമായും നമ്മുടെ കണ്ണിൽ നിന്ന് മറയും. ആ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇതിൻ്റെ ഓൺബോർഡ് സ്ക്രീനിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒരു പൊട്ടുപോലെ നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 180 സെക്കൻഡിന് ശേഷം ഒന്നാം ഘട്ട ബൂസ്റ്ററുകൾ അതിൽ നിന്ന് വേർപെടും. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലെ വികാസ് എഞ്ചിനുകൾ ജ്വലിക്കാൻ തുടങ്ങും. ഇതാണ് ഈ റോക്കറ്റിൻ്റെ ഒരു സീക്വൻസിൻ്റെ ആദ്യ ഘട്ടം. അത് റോക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ടം വളരെ നോർമലായി തന്നെ പ്രവർത്തിക്കുകയാണ്. കൃത്യമായി ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടം വലിയ താമസമില്ലാതെ ഒന്നാം ഘട്ടം വേർപെടും. ആ ഒന്നാം ഘട്ടം വേർപെടുമ്പോൾ ഒന്നാം ഘട്ടം വേർപെട്ടതിന് ശേഷം രണ്ടാം ഘട്ടം ജ്വലിക്കാൻ തുടങ്ങും. ആ രണ്ടാം ഘട്ടത്തിലെ വികാസ് എഞ്ചിനുകളാണ്. ആ രണ്ടാം ഘട്ടം ജ്വലിച്ച് ഏകദേശം ഒരു പകുതിയോളം എത്തുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരു അനിമേഷനാണ്. ആ അനിമേഷൻ ആണ് ഇപ്പം നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. ഒന്നാം ഘട്ടത്തിലെ 2 ബൂസ്റ്റർ റോക്കറ്റുകൾ വേർപെട്ടതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഒന്നാം ഘട്ടത്തിലെ ബൂസ്റ്റർ റോക്കറ്റുകൾ വേർപെടുന്ന ആ അനിമേഷനാണ് ഇപ്പോൾ കാണുന്നത്. അതിനോടൊപ്പം രണ്ടാം ഘട്ടം ജ്വലിച്ചു തുടങ്ങി. ആ രണ്ടാം ഘട്ടം ജ്വലിച്ച് രണ്ടാം ഘട്ടത്തിലെ വികാസ് എഞ്ചിനുകളാണ് 2 എഞ്ചിനുകളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. ആ വികാസ് എഞ്ചിനുകൾ ജ്വലിച്ച് ആ റോക്കറ്റിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കും. ഇതിനിടയിൽ അതിൻ്റെ അഗ്രഭാഗത്ത് നിന്നുള്ള ഈ ഉപഗ്രഹത്തിനെ കവർ ചെയ്തിരിക്കുന്ന, ചന്ദ്രയാനെ കവർ ചെയ്തിരിക്കുന്ന ആ അറ്റമുണ്ടല്ലോ, ആ റോക്കറ്റിൻ്റെ അഗ്രഭാഗം, അത് വേർപെട്ടു മാറും. അത് ഹീറ്റ് ഷീൽഡാണ്. ശരിക്ക് അന്തരീക്ഷത്തിൽ കൂടെ പോകുമ്പോൾ അന്തരീക്ഷവുമായി ഉരഞ്ഞുണ്ടാകുന്ന ചൂടിൽ നിന്ന് റോക്കറ്റ് പേലോഡിനെ സംരക്ഷിക്കാനുള്ള കവചമാണത്. അന്തരീക്ഷത്തിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആ ഹീറ്റ് ഷീൽഡ് ഇപ്പോൾ തന്നെ വേർപെടും.
ആ ഹീറ്റ് ഷീൽഡ് വേർപെടുന്നതും നമുക്ക് ഇതിൻ്റെ അകത്ത് അനിമേഷൻ രൂപത്തിൽ കാണാൻ കഴിയും. ഇതാണ് ഈ റോക്കറ്ററിയിലെ ഒരു പ്രധാന കാര്യമാണ്. ഒരു സാധനത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ നിമിഷം അത് ഉപേക്ഷിക്കും. ഹീറ്റ് ഷീൽഡ് വേർപെട്ട് കഴിഞ്ഞു, ഹീറ്റ് ഷീൽഡ് അതിൽ നിന്ന് വേർപെട്ടു, ഇനിയും ആ ഹെഡ് ഷീൽഡ് വേർപെട്ടു, ഇനിയും ഈ കുറച്ച് സമയം കൂടി, ഏതാനും മിനിറ്റുകൾ കൂടി, സെക്കൻഡുകൾ കൂടി ഈ വികാസ് എഞ്ചിൻ ജ്വലിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഈ റോക്കറ്റിൻ്റെ ഏറ്റവും നിർണായകമായ ക്രയോജനിക് സ്റ്റേജ് ജ്വലിച്ചു തുടങ്ങുന്നത്. ആ ക്രയോജനിക് സ്റ്റേജാണ് ഏറ്റവും അധികം സമയം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുക. ആ ക്രയോജനിക് സ്റ്റേജ് ഇപ്പോൾ കാണുന്നില്ലേ, ആ ഗ്രാഫ് കാണുന്നില്ലേ, കൃത്യമായിട്ട് ഓരോ സ്റ്റേജ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കൃത്യമായി അതിൻ്റെ ഇൻറ്റൻഡഡ് ട്രാജക്ടറി അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു പൊട്ടുപോലെ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നേരെ കിഴക്കോട്ടാണ് ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഇൻറ്റൻഡഡ് ട്രാജക്ടറിയിലൂടെ തന്നെ റോക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് നിമിഷവും രണ്ടാം ഘട്ടം വേർപെട്ട് മാറുന്നത് നമുക്ക് അനിമേഷനായിട്ട് കാണാൻ കഴിയും. അങ്ങനെ വേർപെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അവസാന ഘട്ടം ജ്വലിച്ചു തുടങ്ങും. പിന്നെ ക്രമേണ വേഗത ഉയർത്തി കൊണ്ടുവന്ന് എസ്കേപ്പ് വെലോസിറ്റി എന്ന 7.8 km/s എന്ന ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഉപഗ്രഹം അതിൽ നിന്ന് വേർപെട്ട് മാറുന്നത്. അപ്പം കൃത്യമായ ഇൻറ്റൻഡഡ് പാത്തിലൂടെ തന്നെ, അതിൻ്റെ ആ ഇൻറ്റൻഡഡ് ട്രാജക്ടറിയിലൂടെ തന്നെ പേടകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്തൊരു വളരെ ടെക്സ്റ്റ് ബുക്ക് പ്രിസിഷനോടുകൂടി തന്നെയാണ് റോക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 210 കിലോമീറ്ററിനടുത്ത് ഉയരത്തിൽ ഇത് എത്താൻ പോവുകയാണ്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടം വേർപെട്ട് കഴിഞ്ഞു. രണ്ടാം ഘട്ടവും വേർപെട്ട് മൂന്നാം ഘട്ടമായ ഏറ്റവും പ്രധാനപ്പെട്ട ക്രയോജനിക് എഞ്ചിൻ CE-25 എന്ന ക്രയോജനിക് എഞ്ചിൻ ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഏറ്റവും വളരെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാര്യം ക്രയോജനിക് ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായ ഒരു ടെക്നോളജിയാണ്. പലപ്പോഴും പല രാജ്യങ്ങളും പരാജയപ്പെട്ടിട്ടുള്ളത് ഈ ടെക്നോളജിയിലാണ്. നമുക്കും പല പരാജയങ്ങളും ഈ ക്രയോജനിക് എഞ്ചിൻ ഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട്. ഇത് വളരെ നിർണായകമാണ്. ഏകദേശം 10-15 മിനിറ്റോളം ഈ ക്രയോജനിക് സ്റ്റേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ കൃത്യമായ ആ ഉയരത്തിലെത്തിയതിന് ശേഷമാണ് ഈ പേടകം അതിൽ നിന്ന് വേർപെടുന്നത്. ആ പേടകം വേർപെടുന്നതും നമുക്ക് അതിലെ ഓൺബോർഡ് ക്യാമറയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദീർഘവൃത്ത ഭ്രമണപഥത്തിലാണ് ഈ പേടകത്തിനെ സ്ഥാപിക്കുന്നത്. 36,000 കിലോമീറ്റർ ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അകലമായ അഥവാ അപ്പോജി 36,000 കിലോമീറ്ററും ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും അടുത്ത ദൂരം 300 കിലോമീറ്ററുമുള്ള ദീർഘവൃത്ത ഭ്രമണപഥത്തിലേക്കാണ് ഈ പേടകം എത്തുക. അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഈ ഭ്രമണപഥത്തിൻ്റെ ഉയരം അപ്പോജി അത് ഉയർത്തി ചന്ദ്രന് സമാനമാക്കുക. ചന്ദ്രൻ്റെ ദൂരത്തിന് സമാനമാക്കുമ്പോഴാണ് അത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിനെ തൊടുന്നത്. അത് ഇനിയും വരുന്ന അടുത്ത 40 ദിവസങ്ങൾ കൊണ്ടാണ് ഏകദേശം അത് സംഭവിക്കുക. അടുത്ത 40 പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, മൂന്നാം ഘട്ടമായ ക്രയോജനിക് എഞ്ചിൻ വളരെ കൃത്യമായ രീതിയിൽ നോർമലായി തന്നെ പ്രവർത്തിക്കുന്നു. റോക്കറ്റ് അതിനോട് പറഞ്ഞിരിക്കുന്ന ആ പാത്തിൽ തന്നെ അത് കൃത്യമായി യാത്ര ചെയ്യുകയാണ്, കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും വേഗത കൂടിക്കൂടി വരികയാണ്. ഈ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ആദ്യം വേഗത വളരെ കുറവാണ്. പിന്നെ ഓരോ സെക്കൻഡിലും 100 കണക്കിന് ടൺ ഇന്ധനം എരിഞ്ഞു തീരുന്നതിനനുസരിച്ച് റോക്കറ്റിൻ്റെ ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഭാരം കുറയുന്നതിനനുസരിച്ച് റോക്കറ്റിൻ്റെ വേഗത ക്രമാനുഗതമായി കൂടുകയും ചെയ്യും. ഇപ്പോൾ അത് ചരിഞ്ഞ് നേരെ കിഴക്കോട്ട് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.
അപ്പോൾ ഈ വേഗത കൂടുന്നത് ക്രമമായിട്ടാണ്. ഏതൊരു വസ്തുവും ഭൂമിയുടെ ഉപഗ്രഹമായി മാറാൻ വേണ്ടി ഉള്ള ഒരു വേഗതയുണ്ട്. അതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ എസ്കേപ്പ് വെലോസിറ്റി അക്വയർ ചെയ്യുന്ന ആ ഒരു നിമിഷമുണ്ട്. ആ നിമിഷം വരെ അത് റോക്കറ്റിൽ തുടരും. അങ്ങനെ ആ വേഗത എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്യുമ്പോൾ അത് ഈ ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വേർപെട്ട് മാറും. പിന്നീടത് സ്വതന്ത്രമായിട്ടാണ് പോകുന്നത്. അത്രയും സമയം കൊണ്ട് ഈ ക്രയോജനിക് എഞ്ചിനിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ചതിൽ നിന്നുമെല്ലാം ഇതിനാവശ്യമായ ഒരു ആവേഗം ചന്ദ്രനിൽ എത്തിപ്പെടാൻ വേണ്ട അത്രയും എനർജി ഈ പേടകം ഈ റോക്കറ്റിൽ നിന്ന് നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, ശക്തമായ റോക്കറ്റ് എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ളൊരു പ്രോജക്റ്റ് ഒരു വിജയത്തിലെത്തിക്കാൻ കഴിയുമല്ലോ. എല്ലാ പെർഫോമൻസും നോർമലാണ്, പേടകത്തിൻ്റെ ഹെൽത്ത് ഓക്കെയാണ്, ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ നൽകുന്ന വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ നോർമലായി നടക്കുന്നു എന്ന് തന്നെയാണ്. പേടകം ഇപ്പോൾ ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞു, ആ അന്തരീക്ഷത്തിന് പുറത്തെത്തി. ഇനിയും എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്യുക. എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്ത് കൃത്യമായ ഒരു ആംഗിളിൽ ഈ ചാന്ദ്രയാൻ പേടകത്തെ ഭ്രമണപഥത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നിർണായകമായ ഒരു പ്രക്രിയയാണ്. ആ ഇഞ്ചക്റ്റിംഗ് ആംഗിൾ, ആ സമയത്തെ ഇഞ്ചക്റ്റിംഗ് വെലോസിറ്റി, ഇതെല്ലാം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനിയും ഏതാനും മിനിറ്റുകൾ കൂടി ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ആ ഒരു പൊട്ടിങ്ങനെ കാണുന്നില്ലേ, ആ പൊട്ട് അങ്ങനെ ഉയർന്ന് അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ വരെ അതിങ്ങനെ പോകും. ആ ഘട്ടത്തിൽ വെച്ചിട്ടാണ് ഈ ക്രയോജനിക് എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യുക. അവിടെ നിന്നാണ്, ആ സമയത്താണ് പേടകത്തിനെ ഓർബിറ്റിലേക്ക്, ഭ്രമണപഥത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം കൃത്യമായി കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. കൃത്യമായി കണക്കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചിലപ്പോൾ 2 ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 ഗ്രാഫ്, ഒന്ന് അതിൻ്റെ ദിശയെയും ഒന്ന് അതിൻ്റെ ഉയരത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏകദേശം റിലേറ്റീവ് വെലോസിറ്റി വന്നിട്ട് 7 കിലോമീറ്ററോളം ഉണ്ട്. ഈ 7 കിലോമീറ്റർ പോരാ, ഈ റിലേറ്റീവ് വെലോസിറ്റി ഏകദേശം 9 കിലോമീറ്റർ എത്തുമ്പോഴാണ്. 9 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 9 കിലോമീറ്റർ. അതായത് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് പേടകം 9 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. ഏതാണ്ട് മണിക്കൂറിൽ 11,000 കിലോമീറ്ററോളം വേഗത. അത് ആ 9 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ പേടകം വേർപെടുക. ഇപ്പോൾ ഏതാണ്ട് 790 സെക്കൻഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. റിലേറ്റീവ് വെലോസിറ്റി വന്നിട്ട് 7.5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഇപ്പോൾ ആൾട്ടിറ്റ്യൂഡ്, പേടകം ഇപ്പോൾ 175 കിലോമീറ്റർ ഉയരത്തിലാണ്. 175 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിക്ക് സമാന്തരമായി പേടകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഉള്ള ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് പറഞ്ഞതുപോലെ ഈ റിലേറ്റീവ് വെലോസിറ്റി 9 കിലോമീറ്റർ എന്ന ആ എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ റോക്കറ്റ് പേടകം റോക്കറ്റിൽ നിന്ന് വേർപെടും. അവിടെ മിഷൻ കൺട്രോളാണ്. ശ്രീ സോമനാഥിനെ കാണാം, മറ്റ് ശാസ്ത്രജ്ഞന്മാരെ കാണാം, എല്ലാവരെയും കാണാം. നമുക്ക് അത് എല്ലാവരും ഏകദേശം ഒരു റിലാക്സ് മോഡിലാണ്. കാര്യം LVM-3യെ പറ്റി അങ്ങനെ സംശയങ്ങളൊന്നുമില്ല. അത്രമാത്രം റിലയബിളായിട്ടുള്ള ഒരു റോക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും റിലയബിളായിട്ടുള്ള റോക്കറ്റുകളിലൊന്നാണ് LVM-3. ഈ റോക്കറ്റാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഗഗൻയാൻ പദ്ധതിയിലും ഉപയോഗിക്കുന്നത്. ഭാരതം ഇനി കാത്തിരിക്കുന്നത് ഗഗൻയാന് വേണ്ടിയാണ്. ആ ഗഗൻയാൻ എന്ന് പറയുന്നത് മനുഷ്യ ദൗത്യമാണ്. 3 ഗഗനചാരികളെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള വലിയ പദ്ധതിയാണ്. അങ്ങനെ അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ശേഷം
മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കുന്ന ആ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. അവിടെയും അന്നും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ നമ്മുടെ ഏറ്റവും വിശ്വസ്തമായ LVM-3 റോക്കറ്റ് തന്നെയാണ്. ഏകദേശം 800 സെക്കൻഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. 800 സെക്കൻഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ വേഗത ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേഗതയും ഹൈറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധിക താമസമില്ല. 2-3 മിനിറ്റ് മാത്രമേ ഇനിയും വേണ്ടി വരികയുള്ളൂ. ആ 2-3 ഇപ്പോൾ 825 825 സെക്കൻഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഏകദേശം 7.8 ആണ് റിലേറ്റീവ് വെലോസിറ്റി. ആ വെലോസിറ്റിയും കൂടി കടന്നു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഏത് നിമിഷവും നമുക്ക് കാത്തിരിക്കാം. ആ ഒരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ഘട്ടത്തിലെ ക്രയോജനിക് എഞ്ചിൻ ഓഫ് ചെയ്യും. പിന്നീട് ഈ സാറ്റലൈറ്റ് ചന്ദ്രയാൻ 3 എന്ന പേലോഡ് റോക്കറ്റിൽ നിന്ന് വേർപെട്ട് ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അതോടുകൂടി ഈ ചന്ദ്രയാൻ 3 എന്ന ഈ മഹാദൗത്യത്തിലെ ആദ്യ ഘട്ടം ഇതോടുകൂടി പൂർത്തിയാകും. അതിനുശേഷമാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. ക്രമമായി ഭ്രമണപഥം ഉയർത്തി ചന്ദ്രനിലേക്ക് തൊടുക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് അടുത്തത്. അത് ഇനി വരും ദിവസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. ഈ ലോഞ്ച് കഴിയുന്നതോടുകൂടി തൽക്കാലം നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ ടെൻഷൻ തൽക്കാലത്തേക്ക് മാറും. പക്ഷേ അവിടെ ആ ലോഞ്ച് പാഡിൽ ഇരിക്കുന്നവരുടെയും മിഷൻ കൺട്രോളിൽ ഇരിക്കുന്നവരുടെയും ഒക്കെ ടെൻഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുകയുള്ളൂ. കാര്യം കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയങ്ങളിൽ ആ ഭ്രമണപഥം ഉയർത്തൽ, ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക് പേടകത്തെ മാറ്റൽ, അത് കൃത്യമായി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി ചന്ദ്രൻ്റെ ഉപഗ്രഹമായി മാറുന്ന റെൻഡസ്വസ് എന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ നടക്കണം. അങ്ങനെ ഇവരുടെ മുൻപിൽ ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട്. ഇത് മൂന്നാം ഘട്ടം ഷട്ട് ഓഫ് ആയി കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും റോക്കറ്റിൽ നിന്ന് പേടകം വേർപെട്ട് കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിൽ നിന്ന് പേടകം വേർപെട്ട് കഴിഞ്ഞു. ആ പേടകം വേർപെടുന്ന ഓൺബോർഡ് ക്യാമറയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. അത് കൃത്യമായി ഇൻറ്റൻഡഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് എല്ലാവരും കൈയടിക്കുന്നു. എല്ലാ മിഷൻ കൺട്രോളിൽ എല്ലാവരുടെയും ശ്വാസം നേരെ വീണു. ഇവിടെ നമ്മുടെയും ശ്വാസം നേരെ വീണു. ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇനിയും അവരുടെ ആഹ്ലാദം നോക്കൂ. എത്ര ലോഞ്ച് കണ്ടതാണ്, എത്ര റോക്കറ്റുകൾ കണ്ടതാണ്. പക്ഷേ ആ കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയോടുകൂടി ആ മഹാശാസ്ത്രജ്ഞന്മാർ ചിരിച്ചു കളിക്കുന്നത് നോക്കൂ. അതാണ് പറഞ്ഞത്, ഓരോ ലോഞ്ചും എന്ന് പറയുന്നത് അവർക്ക് ഓരോ പുതിയ ജീവിതമാണ്. എത്ര അനുഭവങ്ങളുണ്ടെങ്കിലും അവരെത്ര സീനിയറായാലും എത്രയൊക്കെ കഴിഞ്ഞാലും ഓരോ ലോഞ്ച് കഴിയുമ്പോഴും അവർ ഇങ്ങനെ തന്നെയായിരിക്കും. ISRO ചെയർമാൻ ശ്രീ ഡോക്ടർ സോമനാഥ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുകയാണ്. നമുക്കിനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം.
our dear LVM-3 has already put Chandrayaan-3 craft into the precise orbit around Earth. 170 by 36,500 kilometers was its intended target orbit, and it is precisely there now. And let us wish all the best for the Chandrayaan-3 craft to make its further orbit racing maneuvers and travel towards moon in the coming days. So let me wish all the very best to Chandrayaan-3 for its further journey towards moon. Before that, let me introduce the team behind this mission, the mission director, Mr. Mohan Kumar, and also the project director of LVM-3, and we have also the mission director for the Chandrayaan-3 craft, the project director of Chandrayaan-3, Veera Muthuvel. So over to them, Mohan. Thank you, sir. Honorable Minister of State for Science and Technology and Departments of Space and Atomic Energy, Dr. Jitendra Singh, respected Chairman ISRO and Secretary Department of Space, former secretaries of the department, invited dignitaries, respected dignitaries and invitees, I am very happy to report here that the LVM-3 M4 vehicle has injected the Chandrayaan-3 satellite to the precise orbit, and once again the vehicle is proved to be the most reliable heavy lift vehicle of Indian Space Research Organization. Congratulations to the teamwork of ISRO family. I would like to appraise three things here. The vehicle systems are in the continuous process of quality improvement, especially in the event of our human rating efforts towards making the systems reliable. Secondly, the payload also, capability of the payload also is improved by mission strategies as well as vehicle engineering approaches. We are in the process of increasing the launch frequency of this vehicle considering the national requirements as well as satellite demands. Here, so many improvements we have incorporated in this vehicle. For example, the S200 nozzle, they are processed exactly as per the human rating standards, enabling us to have 100% NDT, and the inherent pocket erosion characteristics are removed. The L100 stage Vikas engine, mostly it is 100% qualified to be the human rated engine with indigenously developed LET throats, and the pocket, the back wall gas entry also is eliminated, and it is a perfect system. And CE20 stage also is perfectly, actually, sir. Good. So we will describe all those details later because of shortage of time. Yes, sir. I take this opportunity to thank all the mission executives because mission executives for all the supports all along the launch campaign process as well as the launch. Once the launch manifest is released and mission executives are identified, really this is a penance of so many across the ISRO centers, our launch vehicle centers, VSSC, LPSC, IPRC, IASU, SDSC, SHAR, URSC and SAC, along with all our industrial partners, major players to the small-scale industries who supply us with all the deliverables in time, quality products, the suppliers of chemicals, propellant ingredients, suppliers of avionics systems, and our own GOCO facility operators. Actually, the industrial manpower is really our ISRO's virtual manpower. Everybody's efforts went into this, and also the prayers and best wishes of all our seniors, retired executives, everyone's prayers and our own family members. I take this opportunity to pray God Almighty for all the blessings in the form of this success, which was the penance by the ISRO family for last 73 days. And my prayerful pranams for the successful continuous operations of the Chandrayaan spacecraft, for its safe and soft landing on lunar surface and further experiments. Thank you. Jai Hind. Respected Chairman ISRO, Center Directors, dignitaries and
my team Chandrayaan-3. Very happy to note that our Chandrayaan-3 has been injected into an intended orbit with very close orbital parameters. Congratulations and thanks to LVM-3 team. And all our spacecraft health parameters are normal, including the power generations in both propulsion module and lander module. Our journey to moon has begun now for the most awaited soft landing. We'll be closely monitoring and controlling the spacecraft from ISRO Bangalore. Many critical events are lined up, starting from earthbound maneuvers, insertion into the lunar orbit, and separation of lander, and set of deboost maneuvers, and finally the power descent phase for a soft landing. I take this opportunity to thank Chairman ISRO, Director URSC, and all the center directors for entrusting me this opportunity, who have been the motivational and guidance force behind this mission. My special thanks to Chandrayaan-3 project executives, Associate Project Director Kalpana, Deputy Project Directors, Project Managers across the ISRO centers who have provided an excellent support in building the spacecraft. My special thanks to the expert committees for their constant guidance throughout the various stages of the project. I also thank the various work centers and industries who have contributed directly and indirectly to this mission. My special thanks to URSC council members, group directors, deputy directors across the ISRO centers, and looking forward for the soft landing with all your wishes and blessings from the God. Thank you. We have our Honorable Minister for Space, Minister of State for Space, Dr. Jitendra Singh ji, amongst us during this historic occasion of success of launching of LVM-3. So we would like to hear a few words from him. Over to you, sir. It is indeed a moment of glory for India and a moment of destiny for all of us over here at Sriharikota who are a part of the history in making. Thank you, Team ISRO, for making India proud. And thank you, Honorable PM Narendra Modi ji, for having made this possible by unlocking the gates of Sriharikota and enabling the India's space sector. You would recall, Honorable Prime Minister had very recently said, sky is not the limit. And living by his words, I think the Chandrayaan today has gone beyond the limits of sky to discover the unexplored horizons of the universe beyond. Ladies and gentlemen, this day today, the 14th of July 2023, is also a day of vindication. Vindication of the dream that Vikram Sarabhai saw 6 decades ago. He might have been short of resources, but never short of confidence. And when we see those pictures of a launcher vehicle being carried on the carriage of a bicycle, without any remorse, without any slightest embarrassment, that is because Vikram and his team had faith in themselves, faith in India's potential, faith in India's acumen. And today, here, we are vindicating and we are reiterating India's indigenous capabilities, living up to the ideal of Atmanirbhar Bharat. And before I conclude, ladies and gentlemen, as Mother India enters into the next 25 years of this Amrit Kal, she pledges to play a leading global role in the emerging world scenario of 21st century. Thank you and congratulations once again. Thank you, sir. We will also introduce the directors of the centers who have done all those great work of building the rocket, building the scientific instruments for Chandrayaan-3, the Chandrayaan spacecraft itself, and made all those critical systems, and also the agencies who are going to handle the rest of the mission part, the tracking and the ground stations and all
those teams are here. So I request the directors of those centers to join. First, Director of Vikram Sarabhai Space Center. Good afternoon, India. In last 1 year, this is the 10th mission, including the precise landing of the reusable launch vehicle. So with this mission, this is the 7th mission of LVM-3, the successful mission. With this, the success rate of LVM-3 is 100%. And this is the ideal vehicle for Gaganyaan. Some of the changes that we are incorporating in Gaganyaan, we have implemented here. And the Mark III has crossed the reliability of 0.9 and inching forward. So I take this opportunity to salute the entire ISRO community, especially the VSC community and all launch vehicle centers, industry partners for making the stages, making the sub-assemblies and testing. In fact, this is the 3rd launch of LVM-3 in 1 year. You know, the realizing the stages, assembling, testing, and then launching 3 LVM-3s in 1 year is a Herculean task. I salute the industry as well as all the ISRO centers for this. And I wish all the very best. We know that when the beginning is good, the ending has to be good. I wish all the very best to the Chandrayaan for its solitary journey through the vastness of space and for making a feather-like soft landing in the 4th week of August. Good luck. Thank you. Dr. Narayanan, Director LPSC. Good afternoon to all of you. It is a historical event for Indian space program and a proud moment for all the Indians across the globe on this momentous occasion of the successful launch of the Chandrayaan-3. 3-in-1 spacecraft in the required orbit with the highest level of precision by our heaviest launch vehicle, LVM-3. After the 2 launches of LVM-3 vehicle this year, this vehicle is realized in the record shortest time. Today, once again, all the vehicle systems have performed, demonstrated the 7th successful launch. As you all know, the entire spacecraft community has put wholehearted effort during last 4 years, and we have realized a marvelous, great scientific satellite. For this mission, the entire vehicle performance is as expected, as predicted. In fact, the precision in which the satellite is launched shows the reliability of this vehicle. And we too have 4 liquid propulsion modules, 2 in the launch vehicle. The L110 stage, C25 stage, it has performed extremely well along with all other vehicle systems. We too have 2 more propulsion modules, one for taking the spacecraft to the moon, another one for soft landing. I think it is already well integrated, the system health is very good. Today's success is the culmination of the dedicated, smart and hard work of all the ISRO team members and the work culture of ISRO and the review process what we follow. I am sure all further mission operations will be a grand success and we'll have the successful soft landing. On this occasion, let me congratulate and compliment the members of ISRO team, our family members who have really sacrificed, the partners from industry and academia, and the various review fora. Thank you. Jai Hind. The Chandrayaan craft was built at the UR Rao Satellite Center, so I request the Director of URSC to speak. Good afternoon, ladies and gentlemen. I take this opportunity to first thank my colleagues from the Launch Vehicle Center for providing a textbook-like launch for Chandrayaan-3 on its journey towards moon. Thank you very much. And as Director LPSC and Director VSSC mentioned, realizing this kind of launch vehicle, 3rd launch vehicle within a year's time is indeed a Herculean task. And thank you very much for the effort that has been put by all the members of the launch vehicle community and the industry supporting them. Coming to Chandrayaan-3,
Mohan was telling that it is a penance. In fact, it is a penance of the Chandrayaan 3 team for the last 4 years, which has come today as an outcome. It is sitting like a brain sitting inside the head of a human being on that mighty vehicle. On top of that, satellite was sitting, and it was such a happy moment to see that satellite getting separated. And our work continues from now for the next 42 days till we reach the lunar orbit and touchdown softly on moon. So we'll speak the rest of the things after the soft landing on top of moon. Till then, thank you very much for all the members of the satellite community and the industry for your support, which has been continuing over several years, and I'm sure will continue in future also. Thank you very much. Space Applications Center Ahmedabad plays very important role in our scientific instruments and building of the satellites. Over to Director SAC, Nilesh Desai. Thank you. Good afternoon, everybody. At the outset, let me compliment Team ISRO for this excellent work, and especially vehicle team as well as the project team. And as we begin this historic journey towards moon,